إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു നാം ഏവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അസുലഭമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധമായ ദുൽഹിജ്ജ അള്ളാഹുവിൻ്റെ ആശീർവാദങ്ങൾക്ക് വിധേയമായിട്ടുള്ള വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ മാസമാണ്. അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള, വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ്. ആ പ്രാധാന്യങ്ങളിലൊന്ന് മാനവരാശി മുഴുവനും, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാന്ത്യം വരെ ഈ ലോകത്ത് ജീവിച്ചു മരിക്കാനുള്ള സർവ്വ മനുഷ്യരും ആലമുൽ അർവാഹ് എന്ന് പറയാൻ പറ്റുന്ന ആത്മീയമായ ലോകത്ത്, ഈ ലോകത്തെ വാസത്തിന് മുമ്പ് സമ്മേളിച്ചത് ദുൽഹിജ്ജയിലാണ്. ലോകത്തിൽ ജീവിച്ച് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും ജീവിക്കാനിരിക്കുന്നവരുമായ സർവ്വ മനുഷ്യരും പ്രത്യേകമായ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി സർവരും എത്തിച്ചേർന്ന ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നുണ്ട്.
നിങ്ങളുടെ ഉപ്പയായ ആദമിന്റെ മുതുകിൽ നിന്ന് നിങ്ങളെ മുഴുവനും പുറത്തു കൊണ്ടുവന്ന് എല്ലാവരോടുമായി അള്ളാഹു ചോദിച്ച ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാൻ മാത്രമല്ലയോ നിങ്ങളുടെ ഇലാഹ്, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ്? ഞാൻ മാത്രമല്ലയോ ഇലാഹ്, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് മനുഷ്യവാസികൾ ഒന്നടങ്കം, മനുഷ്യവർഗം ഒന്നടങ്കം അള്ളാഹുവിനോട് മറുപടി പറഞ്ഞു, ബലാ ഷഹിദിന, ബലാ ഷഹിദിന. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ ഷഹാദത്ത് വരിച്ചവരാണ്. ഇന്ന് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും വ്യത്യസ്ത മതക്കാരാണെങ്കിലും എല്ലാ മനുഷ്യരും പ്രാഥമികമായി ആലമുൽ അർവാഹിൽ ഈ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ബലാ ഷഹിദിന, അല്ലാഹുവേ ഞങ്ങളതിന് സാക്ഷികളാണ്, ഞങ്ങളതിന് സാക്ഷികളാണ്, ഞങ്ങളതിന് ഷഹാദത്ത് നൽകുന്നവരാണ്. വശാഹിദിൻ വമശ്ഹൂദ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ പ്രയോഗത്തിലേക്ക് ഇതിലേക്കുള്ള സൂചനയുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ അള്ളാഹുവിനോട് പറഞ്ഞു, ഞങ്ങളതിന് സാക്ഷികളാണ്. ഇങ്ങനെ ജനനത്തിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസായി ലോകത്തുള്ള സർവ്വ മനുഷ്യരിൽ നിന്നും ഷഹാദ വാങ്ങിയിട്ടുണ്ട്, സാക്ഷിത്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ന്യായം, എന്തുകൊണ്ട് അങ്ങനെ ഒരു സാക്ഷ്യം സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അതിന് ന്യായവും പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ന്യായം? നാളെ അള്ളാഹുവിന്റെ അടുക്കൽ, റബ്ബിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല, എന്ത്? അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഹീദോ നിന്റെ റുബൂബിയത്തോ ഉലൂഹിയത്തോ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു ഞങ്ങളെന്ന് നാളെ ആഖിറത്തിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ മുമ്പേ മരിച്ചുപോയ ഞങ്ങളുടെ വല്ലുപ്പമാർ, അവരുടെ പിൻഗാമികളായി വന്ന ആളുകളാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ഫോളോ ചെയ്ത് ഞങ്ങൾ പിഴച്ചുപോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരെയും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കി ഇത്തരമൊരു കരാർ വാങ്ങുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് സംഭവിച്ചത് ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസമാണ്, അഥവാ അറഫയുടെ ദിവസമാണ് എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിക ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യന്റെ ജന്മത്തിന് മുമ്പ് തന്നെ, ഈ ലോകത്തേക്ക് മനുഷ്യൻ പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ സാക്ഷിത്വം വരിച്ച ഒരു സമയം, അതാണ് നമ്മുടെ ജീവിതവുമായി ഈ മാസങ്ങൾക്ക്, ഈ ദിവസങ്ങൾക്ക് വലിയ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട ഏറ്റവും പൂർണ്ണനായ ഒരു വ്യക്തിത്വം എന്ന് പറയാൻ കഴിയുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി അത് ബന്ധിപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത തന്നെ ഖുർആൻ പറഞ്ഞത്, വഇദ് ബതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ. ചില പ്രത്യേകമായ കാര്യങ്ങളെ കൊണ്ട് ഇബ്രാഹിമിനെ നാം പരീക്ഷിച്ചു, ഇബ്രാഹിമിന്റെ റബ്ബ് പരീക്ഷിച്ചു എന്നാണ്. വഇദ് ബതലാ ഇബ്രാഹിമ റബ്ബുഹു, ഇബ്രാഹിമിനെ തന്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം, ബികലിമാതിൻ, ചില കലിമാത്തുകളെ കൊണ്ട്, ചില നിർദ്ദേശങ്ങൾ കൊണ്ട്, ഫഅതമ്മഹുൻ, അത് അദ്ദേഹം പൂർത്തിയാക്കി, ഇതിന് വളരെ വലിയ വിശദീകരണങ്ങൾ ഉലമാ നൽകുന്നുണ്ട്. അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ, മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അൽ ഇസ്ലാമു 30 സഹ്മൻ, 30 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസന്റെ മേൽ ഏൽപ്പിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞ 30 കാര്യങ്ങളാണ്. ആ 30 കാര്യങ്ങളെ പൂർത്തിയാക്കുക എന്നതാണ് മനുഷ്യ ജീവിതം ഇസ്ലാമിയത്തിൽ സക്സസ് ആകാനുള്ള വഴി. 30 സംഗതികൾ. ആ 30 സംഗതികളെയും ഫഅതമ്മഹുന്ന കുല്ലഹുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാം ആ 30 സംഗതികളെയും പൂർത്തിയാക്കി. ഏതാണ് ആ 30 സംഗതികൾ? അത് അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നു. ആ 30 സംഗതികളിൽ 10 കാര്യങ്ങൾ സൂറത്തു തൗബയിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലുണ്ട്.
ഇങ്ങനെ 4 സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ 30 കാര്യങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ കാമിലാക്കി പൂർത്തിയാക്കി ഫഅത്തമ്മഹുന്ന, അത് പൂർത്തിയാക്കിയ ആളാണ്. ഏതാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞ 10 കാര്യങ്ങൾ? സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്ത് വായിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. 10 കാര്യങ്ങളാണ്. ഇത് നമ്മളിൽ ഉണ്ടോ നോക്കിയാൽ മതി. എന്താ പറഞ്ഞത്? അത്തായിബൂൻ എന്ന് പറഞ്ഞാൽ മിനദ്ദുനൂബി കുല്ലിഹ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അബദ്ധം പിടയുന്നവരാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യൻ അല്ലാഹു പ്രഥമമായി പഠിപ്പിച്ചു കൊടുത്തത് തൗബയാണ്. ഇബ്ലീസും ആദമും തമ്മിലുള്ള വ്യത്യാസം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസും അബദ്ധം പിടഞ്ഞവരാണ് ജീവിതത്തിൽ. പക്ഷെ ഇബ്ലീസും ആദം നബിയും തമ്മിലുള്ള വ്യത്യാസം, ആദം അലൈഹിസ്സലാം പശ്ചാത്തപിച്ചു തൗബ ചെയ്തു എന്നുള്ളതാണ്. ഇബ്ലീസ് അതിന് ഒരുക്കമായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകമായ തൗബയുടെ കലിമത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. അത് അദ്ദേഹം മൊഴിഞ്ഞു പറഞ്ഞു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി. പശ്ചാത്താപം സ്വീകരിക്കുവാനുള്ള കലിമാത്തുകൾ, ആ രൂപത്തിലുള്ള വാചകങ്ങൾ മൊഴിഞ്ഞ് പശ്ചാത്തപിച്ചു ആദം അലൈഹിസ്സലാം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അത്തായിബൂൻ മിനദ്ദുനൂബി കുല്ലിഹാ അത്താരികൂന ലിൽ ഫവാഹിഷ്. തിന്മയിലേക്ക് പോകാതെ വീഴാതെ തൗബ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ, അതാണ് ഒന്നാമത്തെ നിർദ്ദേശം. 2 അൽ ആബിദൂൻ അൽ ഖായിമൂന ബിൽ ഇബാദഹ. അൽ ആബിദൂൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർ, റബ്ബിനുള്ള ഇബാദത്തുകൾ മുഹാഫിളീന അലൈഹ, അതിൽ സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. അൽ ഹാമിദൂൻ, ഹംദ് പറയുക, എല്ലാത്തിനും ഹംദ് പറയുക, അൽഹംദുലില്ലാ, അങ്ങനെ അല്ലാഹുവിനെ ഹംദ് സമർപ്പിക്കുക. മറ്റൊന്ന് അസ്സായിഹൂൻ ഐ അസ്സായിമൂൻ, അഥവാ നോമ്പ് നോക്കുന്നവർ. സായിഹൂൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ് സൂറത്തു തഹരീമിൽ സായിഹാത്ത്. സായിഹാത്ത് എന്ന് പറഞ്ഞാൽ ഐ സ്വായിമാത്ത്, നോമ്പ് നോക്കുന്നവർ, നോമ്പ് നോക്കുന്ന ആളുകൾ. മാത്രമല്ല അർറാക്കിഊന അസ്സാജിദൂൻ, റുകൂഅ് ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, റുകൂഉം സുജൂദും നിർവഹിക്കുന്നവർ. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു നാടിനെ നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചൊരിക്കൽ അല്ലാഹുവിന്റെ ശിക്ഷ, ഐഹികമായ ദുനിയവിയായ ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, എന്ത്? അനുഹ്ലികുനാ ഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹുകളായ ആളുകൾ ഉള്ളപ്പോഴും അല്ലാഹു നശിപ്പിക്കോ? നബി പറഞ്ഞു, തീർച്ചയായും നശിപ്പിക്കും. സ്വാലിഹുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആബിദുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്, ഭൗതിക ലോകത്തെ ഇടങ്ങേറുകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് കാത്തു നിർത്തുന്നത്, പ്രത്യേകമായ സംരക്ഷണം അവർക്ക് തീർത്തു കൊടുക്കുന്നത്, അവർക്കിടയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം ഉള്ളപ്പോൾ മാത്രമാണ്. അല്ലാതെ ഒരാൾ സുജൂദിൽ തന്നെ കിടക്കുന്നു. കുറെ ആളുകൾ നാട്ടിൽ എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ നടക്കുന്നു, ഇവരൊരു വാക്കും മിണ്ടുന്നില്ലെങ്കിൽ ആ സമൂഹത്തെ ദുനിയാവിൽ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമാണ്, ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ ആധാരമാണ് അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവർ, അൽ ആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവർ, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹു വെച്ച പരിധികളുണ്ട്, അല്ലാഹു വെച്ച അതിർവരമ്പുകളുണ്ട്, അത് പാലിക്കുന്നവർ. ഇങ്ങനെ 10 കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 112-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് ഫഅതമ്മഹുന്ന കുല്ലഹുന്ന, ഇബ്രാഹിം നബി അത് മുഴുവൻ പൂർത്തിയാക്കിയ ആളാണ്. ഈ 10 ഗുണങ്ങളും ഇബ്രാഹിം നബിയിലുണ്ട്. ഈ പറഞ്ഞ 10 കാര്യങ്ങളും ഇബ്രാഹിം നബി പാലിച്ചു. ഇതിന് പുറമെയോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറഞ്ഞു ചില പ്രത്യേകതകൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു പോയി. മുഅ്മിനുകൾ വിജയിച്ചു പോയി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ലാഹു പറഞ്ഞു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആരാണ് മുഅ്മിനുകൾ? അവരവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ള മനുഷ്യരാണ്, ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളുകളാണ്. ചടങ്ങല്ലവർക്ക് എറിഞ്ഞു കൊടുക്കല്ല 2 റക്അത്ത്. നേരെ മറിച്ച്
ഭക്തിയോടെ അതിന്റെ ആദാബുകൾ പാലിച്ച് ഖുശൂഅോടെ ഭക്തിയോടെ ഏതുപോലെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അവർ അല്ലാഹുവിനെ കാണുന്നത് പോലെയായിരിക്കും. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുവെച്ചാൽ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്. അതിന്റെ രണ്ടാം ദർജയായിക്കൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്നാം ദർജയുള്ള ആളുകൾ, ഒന്നാം ദർജയിലുള്ള ഖൗമ് അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. രണ്ടാമത്തെ ദർജയിലേക്ക് അല്ലെങ്കിൽ അതിന് രണ്ടാം സ്റ്റെപ്പ് എന്ന രൂപത്തിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നു എന്ന ദർജയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. അവ പൂർണ്ണമായ സൂക്ഷ്മത, ഖുശൂഅ്, ഭക്തി നിലനിർത്തിക്കൊണ്ട് നിസ്കരിക്കുന്നവർ. മറ്റൊന്നെന്താ അല്ലാഹു പറഞ്ഞത്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞടക്കുക. ആവശ്യമില്ലാത്ത എല്ലാത്തിലും പോയി തലയിടുക. അങ്ങനെയുണ്ട് ചില ആളുകൾ, വേണ്ടതും വേണ്ടാത്തതും എടുത്ത് തലയിൽ വെക്കുക. തനിക്കൊരു ആവശ്യമില്ല, മാത്രമല്ല അനാവശ്യാന്നറിയാം, ലഘുവാന്നറിയാം, മോശമാന്നറിയാം, എങ്കിലും പോയി അതിൽ തലയിടുക. അങ്ങനെയുണ്ട്. ഞാൻ എല്ലാത്തിലുള്ള ആളാണ്. ചില സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് അങ്ങനെ, സാംസ്കാരിക സംഘടന ആളുകൾ. അവൻ പള്ളിയിലുണ്ടാവും, ഹറാമായ ഗാനമേളക്കും ഉണ്ടാവും, അതുപോലെ തന്നെ പാർട്ടി നടത്തുന്നിടത്തും ഉണ്ടാവും. എല്ലായിടത്തും ഇങ്ങനെ കുഴഞ്ഞു നടക്കുന്നവനല്ല മുഅ്മിൻ. നേരെ മറിച്ച് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം കണ്ടാൽ തിരിഞ്ഞടക്കും. ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ, അനാശ്വാസങ്ങൾ അതിൽ തിരിഞ്ഞടക്കുന്നവരാണവർ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് അതിൽ കണിശതയുള്ള ആളുകളായിരിക്കും മുഅ്മിനുകൾ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാംസ്കാരികമായ, സാൻമാർഗികമായ, ലൈംഗികമായ രംഗത്തെ വിശുദ്ധി. ലൈംഗികമായ രംഗത്തെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ അരാജകത്വത്തിലേക്ക് ഒരിക്കലും ആണ്ടുപോകാത്ത ഫവാഹിഷ്, മ്ലേച്ഛമായ സംഗതികൾ എന്ന് പറഞ്ഞ ആ അസാൻമാർഗികമായ ലൈംഗിക രംഗത്തെ മ്ലേച്ഛമായ ഇടപെടലുകളിലേക്ക് ഒന്നിലേക്കും പോവുകയില്ല എന്നാണ് ഇക്കാലത്ത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു കാര്യമാണത്. ഏറ്റവും അധികം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം. കാര്യം ദീൻ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം അല്ലെങ്കിൽ ലൈംഗിക അസാൻമാർഗികത, ലൈംഗിക രംഗത്തെ മോശമായ ഇടപെടലുകൾ മുഴുവനും വിലക്കിയതാണ് ദീൻ. അറിയാത്തതുകൊണ്ടല്ല, അതൊക്കെ നിറഞ്ഞാടിയ ജാഹിലിയത്തിലാണ് ഇസ്ലാം കടന്നു വന്നത്. ഈ പറയുന്ന ഇക്കാലഘട്ടത്തിലെ ലിവിംഗ് ടുഗദർ അടക്കമുള്ള സർവ്വസംഗതികളും റസൂലുള്ളാഹിയുടെ കാലത്തുണ്ട്. അവരറിയാത്തതല്ലത്. ആ കാലഘട്ടത്തിലിറങ്ങിയ മുഅല്ലഖാത്തുകൾ, മ്ലേച്ഛ സാഹിത്യങ്ങൾ എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലെ ദീവാനുൽ അറബ്, അറബ് ജീവിതത്തെ വിശദീകരിക്കുന്ന കാലഘട്ടത്തിൽ കഅബയിൽ എഴുതി തൂക്കിയ മുഅല്ലഖാത്തുകളാണ്. അദ്ദേഹത്തെ അക്കാലത്തെ കവിതാ സമാഹാരങ്ങളാണ്. ആ കവിതകൾ വായിച്ചാൽ ഈ കാലഘട്ടത്തിലെ ഈ പറയുന്ന ന്യൂട്രാലിറ്റിയും അതിനപ്പുറവും കടന്നുള്ള ഇടപെടലുകൾ നടന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂൽ ജീവിച്ചത്. അല്ലെ, റസൂലൊക്കെ ഒന്നും അറിയാത്ത ആളല്ല, നബി കാണാത്ത ആളല്ല. കാലം പുരോഗമിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ മാറി മാറി അങ്ങനെ ആയിത്തീർന്നല്ല. നേരെ മറിച്ച് ഇതൊക്കെ ജാഹിലിയത്തായിരുന്നു. അവിടുന്ന് വിശുദ്ധമാക്കിയ ഒരു ജീവിത ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർക്ക് അനുവദിക്കപ്പെട്ടിടത്തല്ലാതെ അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ അവർ ഇറക്കി വെക്കുകയില്ല. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, ഉടമ്പടികൾ, കരാറുകൾ പാലിക്കുന്നവരായിരിക്കും മുഅ്മിനുകൾ. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ സൂക്ഷ്മത കാണിക്കുന്ന ആളുകളാണ്. അവരുടെ നിസ്കാരത്തിൽ അവർ സൂക്ഷ്മത കാണിക്കുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു അല്ലാഹു, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ഈ ഗുണങ്ങളുള്ളവരാണ് അനന്തരമെടുക്കുന്നവർ. ഈ ഗുണങ്ങളുള്ളവരാണ് അനന്തരമെടുക്കുന്നവർ. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കുന്നവർ. ഈ ഗുണങ്ങൾ, എണ്ണിപ്പറയപ്പെട്ട ഗുണങ്ങളുള്ളവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഖുത്ബ കൊണ്ട് മാത്രം നിങ്ങൾ തീർക്കരുത്. നേരെ മറിച്ച് ആ ആയാത്തുകളൊന്ന് പരിധി നോക്കണം. ഓരോ സ്വഭാവങ്ങൾ, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബി ഫഅതമ്മഹുന്ന കുല്ലഹുന്ന, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബി പാലിച്ചു. ഇവിടെ നിർദ്ദേശിച്ച ഈ പറഞ്ഞ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബി പാലിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ് ബിത്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്, ഇബ്രാഹിമിനെ നാം വ്യത്യസ്ത കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. പല കാര്യങ്ങളും പറഞ്ഞു, പലതും ഏർപ്പെടുത്തി. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്. ഫഅതമ്മഹുന്ന കുല്ല, അത് മുഴുവനും അദ്ദേഹം പൂർത്തിയാക്കി. ഇനി എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ
പിന്നെ മആരിജിൽ പറഞ്ഞത്, സൂറത്തുൽ മആരിജിൽ അല്ലാഹു വിശദീകരിച്ചത് എന്താണ്? ഇന്നൽ ഇൻസാന ഖുലിക ഹലുആ ഇദാ മസ്സഹു ശർറു ജസുആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون والذين هم في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. അള്ളാഹു കുറേ വിശേഷണങ്ങൾ, കുറേ സ്വഭാവങ്ങൾ, നിസ്കരിക്കുന്ന മനുഷ്യരുടെ കുറേ സ്വഭാവങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മുസല്ലീങ്ങൾ, നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാരാണ്? യഥാർത്ഥ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ. അവരുടെ നിസ്കാരത്തിൽ അവർക്ക് ദായിമായിരിക്കും, അവർ പതിവായിരിക്കും. നമ്മൾ സാധാരണ പറയാം തോന്നുമ്പോൾ സുല്ലി, തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനല്ല, നേരെ മറിച്ച് അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ നിസ്കാരത്തിൽ അവർക്ക് ദായിമാകും, അവർ പതിവായി അതിലുണ്ടാകും. അത് മാത്രമല്ല വല്ലദീനഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്ത് അവരുടേതാണെന്ന് മാത്രം കാണുന്നവരല്ല. എന്റെ പണം, എന്റെ പോക്കറ്റ്, എന്റെ ബാലൻസ്, ഇങ്ങനല്ല. നേരെ മറിച്ച് അവരുടെ സമ്പത്തിൽ ഒരു ഓഹരി മറ്റുള്ളവർക്കുള്ളതാണ്. ലിസ്സായിലി വൽ മഹ്റൂം, യാചിച്ചു വരുന്നവർക്ക്, അതുപോലെ തന്നെ ജീവിതം മുട്ടിയവർക്ക് അവരുടെ സമ്പത്തിൽ ഒരു ഓഹരി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, നാളെ ആഖിറത്തിൽ പരലോകമുണ്ട് എന്ന് സത്യപ്പെടുത്തുന്നവരാണ്. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അല്ലാഹുവിന്റെ അദാബുകളെ അങ്ങേറ്റം ഭയപ്പെടുന്ന, അതിൽ ശഫഖത്തുള്ള മനുഷ്യരാണ്, പേടിയുള്ള മനുഷ്യരാണ്, അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരാണ്. മാത്രമല്ല ഇവിടെയും ഖുർആൻ പറഞ്ഞു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ സൂക്ഷിക്കുന്നവരാണ്, അനുവദിക്കപ്പെട്ട ഇടത്തിലല്ലാതെ അത് പ്രയോഗിക്കുകയില്ല. വീണ്ടും ഖുർആൻ പറഞ്ഞു വല്ലദീനഹും ലി അമാനാതിഹിം വഅദിഹിം റാഊൻ, സൂറത്ത് മുഅ്മിനിൽ പറഞ്ഞതുപോലെ അവരുടെ ഉടമ്പടികൾ, അതുപോലെ തന്നെ അവരുടെ കരാറുകൾ അവർ പാലിക്കുന്നതാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ മആരിജിൽ വിശദീകരിച്ച ഈ സ്വഭാവം മുഴുവനും ഫഅതമ്മഹുന്ന കുല്ലഹുന്ന ഇബ്രാഹിം നബിയിൽ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അത് പൂർത്തിയാക്കി. ഇരു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അവിടെയും ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. എന്താ പറഞ്ഞത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അർത്ഥം പോലും പറയേണ്ടതില്ല, അത്ര വ്യക്തമാണ് ഈ ആയത്ത്. ഈ ആയത്തിന് അർത്ഥം പറയാൻ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതെന്തായി പറയുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ ആണും പെണ്ണും എന്ന് വെച്ചാൽ ഫലമ്മ അസ്ലമ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ ഇബ്രാഹിം നബിയെ പറ്റി, മകനെ പറ്റി. ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമായി എന്ന് വെച്ചാൽ അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിച്ചു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഈമാനുള്ള ആണും പെണ്ണും. വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അല്ലാഹുവിനെ പൂർണ്ണമായി വിധേയമായി അനുസരണ കാണിക്കുന്ന ആണും പെണ്ണും. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ സിദ്ഖുള്ള ആണും പെണ്ണും. വസ്വാബിരീന വസ്വാബിറാത്ത്, അങ്ങേറ്റം ക്ഷമാലുക്കളായ ആണും പെണ്ണും. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, അങ്ങേറ്റം ഭക്തിയുള്ള സ്ത്രീ പുരുഷന്മാർ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മം ചെയ്യുന്ന ആണും പെണ്ണും. വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പ് നോക്കുന്ന ആണും പെണ്ണും. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആണും പെണ്ണും. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആണും പെണ്ണും. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചത് ഉന്നതമായ പ്രതിഫലമാണ്, മാത്രമല്ല അങ്ങേറ്റം വലിയ മഗ്ഫിറത്താണ്. ഇത് മുഴുവൻ എണ്ണി നോക്കിയാൽ 30 കാര്യങ്ങൾ കാണാൻ സാധിക്കും.
ഈ 4 ഭാഗങ്ങളിൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി നോക്കിയാൽ 30 കാര്യങ്ങൾ ഒരു മുഅ്മിൻ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, ഒരു മുഅ്മിനാകാൻ വേണ്ടി അവൻ സ്വീകരിക്കേണ്ട നിലപാടുകളിലെ 30 കാര്യങ്ങൾ. ഈ 30 കാര്യങ്ങൾ അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അതേ ഇത് പൂർണ്ണമായും ഇബ്രാഹിം അലൈഹിസ്സലാം പൂർത്തിയാക്കി. ഈ പറഞ്ഞ 30 കാര്യവും ഇബ്രാഹിം നബി പൂർത്തിയാക്കി. അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇബ്തല ഇബ്രാഹീമ റബ്ബുഹു. ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടു അല്ലാഹുവിനാൽ, തന്റെ റബ്ബിനാൽ, ബികലിമാത്തിൻ, ചില കലിമാത്തുകളെ കൊണ്ട്, ഫഅതമ്മഹുന്ന, അത് മുഴുവൻ പൂർത്തിയാക്കി. ഓരോ കാര്യം കേൾക്കുമ്പോൾ നമ്മളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വിഷയത്തിൽ ഞാൻ വീക്കാണ്. പലതും തോന്നിയില്ല നമുക്ക്. നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, ലൈംഗിക വിശുദ്ധിയുടെ കാര്യം പറഞ്ഞപ്പോ, സദഖയുടെ കാര്യം പറഞ്ഞപ്പോ, അതുപോലെ തന്നെ അഹദുകളുടെ, ഉടമ്പടികളുടെ കാര്യം പറഞ്ഞപ്പോ, കരാറുകളുടെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് സ്വയം മനസ്സിൽ തോന്നിയില്ല അതിൽ ഞാൻ വീക്കാണ് എന്നിങ്ങനെ തോന്നിയില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഹൈ ടെമ്പർ ഉള്ള മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അള്ളാഹു കൽപ്പിച്ചിടത്ത് പൂർണ്ണമായി നിന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാത്ത ഭൂരിഭാഗവും വീണുപോയ ഇടമാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാത്ത ഭൂരിഭാഗം മനുഷ്യരും വീണുപോയ ഇടമാണിത്. ഈ ഇടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പരലോകത്ത് വിചാരണ നടത്തി മീസാനിൽ അമലുകൾ വെച്ച് തൂക്കി നോക്കിയിട്ടല്ല വിധി പറഞ്ഞത്. നേരെ മറിച്ച് ഇബ്രാഹിം നബിയുടെ ഹിസാബിന് മുമ്പ്, ഖിയാമത്തിന് മുമ്പ്, ലോകാവസാനത്തിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞു. വഇബ്രാഹിം അല്ലദീ വഫാ, പറഞ്ഞത് മുഴുവനും ഏറ്റെടുത്ത് പൂർത്തിയാക്കി ഇബ്രാഹിം. വഇബ്രാഹിം അല്ലദീ വഫാ, തന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും, പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 30 അല്ല 300 പറഞ്ഞാലും അത് മുഴുവനും പൂർത്തിയാക്കിയ ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് നമ്മോട് അല്ലാഹു പറഞ്ഞത് വത്തഖിദു മില്ലത ഇബ്രാഹിം, നിങ്ങൾ ഫോളോ ചെയ്യൂ, നിങ്ങൾ ഫോളോവേഴ്സ് ആകൂ. ആരുടെ ഫോളോവേഴ്സ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫോളോവേഴ്സ് ആകൂ. അദ്ദേഹത്തെ ഫോളോ ചെയ്യൂ, അദ്ദേഹത്തിന് പിൻഗാമികളാകൂ. അത് അള്ളാഹു എല്ലാ വർഷവും നമ്മുടെ മേൽ ഏൽപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദുൽഹിജ്ജയിലൂടെ, ഈ പരിശുദ്ധമായ ഈ മാസത്തിന്റെ തുടക്കത്തിലൂടെ, ഇതിൽ ഏർപ്പെടുത്തപ്പെടുന്ന ഇബാദത്തുകളിലൂടെ അള്ളാഹു നിരന്തരമായ ആ മില്ലത്തിലേക്കുള്ള കണക്ഷൻ, നമ്മുടെ ബന്ധം പൂർത്തിയാക്കി ഉത്തമ മനുഷ്യരായി, പൂർണ്ണ മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുകയാണ്. അത് സ്വീകരിക്കുവാനും അത് പാലിക്കുവാനും അത് ജീവിതത്തിന്റെ എല്ലാ വഴികളിലൂടെ കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولجميع المؤمنين والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ആ രൂപത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധമായ ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇതിൽ അള്ളാഹുമായി നമ്മൾ അഹദ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞ ദുൽഹിജ്ജ 9 അറഫ. ആ അറഫ വളരെയധികം പ്രാധാന്യമുള്ള പവിത്രമായ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയാക്കിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് അവതരിച്ച ദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ നോമ്പ് നോക്കാൻ നമ്മോട് പറഞ്ഞു. അറഫ നോമ്പ് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രതിഫലം പ്രവാചകൻ പറഞ്ഞത് 2 വർഷത്തെ മനുഷ്യരിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ, നമ്മളറിയാതെ സംഭവിക്കുന്ന നമ്മുടെ വാക്കുകളിൽ തെറ്റുകൾ വരാം, നോട്ടത്തിൽ തെറ്റുകൾ വരാം, നമ്മൾ മനഃപൂർവ്വമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും മായ്ച്ചു കളയും. ചെറുപാപങ്ങൾ എന്ന് പറയുമ്പോൾ ആ പാപങ്ങൾ കൂട്ടിയിട്ടാൽ ഒരു പക്ഷേ നമ്മെ കത്തിക്കാനുള്ള വിറകായിട്ടുണ്ടാവും. ചെറുത് അങ്ങനെ കൂട്ടി റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നന്മയും ചെറുതായി കാണണ്ട, അതുപോലെ തന്നെയാണ് തിന്മയും.
പ്രവാചകൻ അതിന് ഉദാഹരണം പറഞ്ഞത്, ഒരു യാത്രക്കാർ, ഒരു സംഘം യാത്ര പോവുകയാണ്, അവർക്ക് ഭക്ഷണം പാകം ചെയ്യണം, പക്ഷെ വിറക് അവരുടെ കയ്യിലില്ല. ആ യാത്രാ സംഘത്തിലെ മുഴുവൻ ആളുകളും പലയിടങ്ങളിൽ പരതിപ്പോയി. അങ്ങനെ പലയിടങ്ങളിൽ അവർ പരതി അവസാനം ആർക്കും കാര്യമായൊന്നും കിട്ടിയില്ല. ചെറിയ ചുള്ളികളും കൊള്ളികളും ഒക്കെയാണ് ഓരോരുത്തർക്ക് കിട്ടിയത്. ആ കിട്ടിയതുമായി അവർ മടങ്ങി വന്നു. എല്ലാവരും കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ളത് കൂട്ടിയിട്ടപ്പോൾ അവർക്ക് അന്ന് ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകായി എന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ചെറുതും വലുതും അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതിങ്ങനെ പെറുക്കി അവസാനം അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് വലുതായിട്ടുണ്ടാവും. ഈ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു കിട്ടാനുള്ള വഴിയാണ് അറഫയിലെ നോമ്പ്. 2 വർഷത്തെ, ഒന്ന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അതുകൊണ്ട് പുറത്തു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുൽഹിജ്ജ ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറഞ്ഞത്? ലാ തസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ ഇല്ലാ മൻ യസൂമു യൗമൻ ഖബലഹു വ ബഅദഹു. സാധാരണ പൊതുവെ വെള്ളിയാഴ്ച നോമ്പ് നോക്കാൻ പാടില്ല. വെള്ളിയാഴ്ച തനിച്ച്, ഒന്നുകിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, ഇങ്ങനെ അത് തുടർത്തിക്കൊണ്ടല്ലാതെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെ നോമ്പ് നോക്കാൻ പാടുള്ളൂ എന്നൊരു വിരോധം വെള്ളിയാഴ്ച നോമ്പ് നോക്കുന്ന വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അറഫ നോമ്പ് വന്നാൽ നോക്കാൻ പറ്റുമോ ഇല്ലേ, വ്യാഴാഴ്ച കൂടി നോക്കണോ, അല്ലാതെ ഈ വെള്ളിയാഴ്ച മാത്രം തനിച്ച് നോക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള സംശയം പല ആളുകളും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പ്രത്യേകമായ ഒരു നോമ്പാണ്, അല്ലെങ്കിൽ അറഫയുമായി ബന്ധിപ്പിച്ച നോമ്പാണ് എന്നുള്ളത് കൊണ്ട് വെള്ളിയാഴ്ച തനിച്ചു നോക്കിയാലും നോറ്റുവിട്ടാലും അതിൽ തെറ്റില്ല എന്നാണ് ആ വിഷയത്തിൽ ഉലമാ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അറഫയുമായി ബന്ധപ്പെട്ട് വരുന്ന നോമ്പാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ഉള്ള വിരോധം ഈ നോമ്പിന് ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ അറഫ നോമ്പ് വരുമ്പോൾ എല്ലാ വർഷവും വരുന്ന ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും. അത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന സമയത്താണോ നോക്കേണ്ടത്, അഥവാ നമ്മുടെ അറഫയിലാണോ നോക്കേണ്ടത്, നമ്മുടെ അറഫ ദുൽഹിജ്ജ 9-നാണോ എന്നിങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് തർക്കങ്ങൾ, സംശയങ്ങൾ, അത് ഒരുപാട് അനൈക്യത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിക സമൂഹം, ആ സമൂഹത്തിന് നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ അത് നിർവഹിക്കാൻ പറഞ്ഞത് അവരവരുടെ സമയത്താണ്. ഇപ്പോ പാകിസ്ഥാനിലോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ബാങ്ക് കൊടുത്തു ഇവിടെ ദുഹർ നിസ്കരിക്കാം എന്നൊരു തിയറിയില്ല. അവിടെ സമയമായി എന്നറിഞ്ഞു, അവിടെ ബാങ്ക് കൊടുത്തു, നമുക്ക് ഇവിടെ ദുഹർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ദുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നോമ്പിന്റെയും പെരുന്നാളിന്റെയും കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാട്. നമ്മൾ മാത്രമല്ല, അത് സംബന്ധിച്ച് ഉലമാ പറഞ്ഞ ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫഖദ് മള അലാ ദുഹൂരി ഹാദദ്ദീനി 14 ഖർനൻ. അല്ലാഹുവിന്റെ ദീൻ വന്നിട്ട് 1400 കൊല്ലമായി. 14 നൂറ്റാണ്ടുകളായി ഇസ്ലാം വന്നുപോയിട്ട് ഒരിടത്ത് കണ്ടു, അല്ലെങ്കിൽ ഒറ്റ കാഴ്ച വെച്ച് ലോകം മുഴുവനും ഒരേ ദിവസം തന്നെ ഈ രൂപത്തിൽ ആ ഇബാദത്തുകൾ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായം 14 നൂറ്റാണ്ടായി ഇന്നുവരെ ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്ത സംഗതിയാണ്. ഇത് മുഴുവൻ മാറ്റിമറിച്ച് നമ്മൾ ഇപ്പൊ ശരിയാക്കി തരാം എന്ന രൂപത്തിൽ കടന്നു വരുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ ഒട്ട് സമയത്തെ സംബന്ധിച്ചറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സമയത്തിന്റെ പ്രത്യേകത അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാദവും അവർ ഉന്നയിക്കില്ല. കാര്യം സയന്റിഫിക്കായി സമയം എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ കഴിയുമ്പോൾ മാറ്റം വരുന്ന ഒന്നാണ് ഈ സമയം എന്നുള്ളത്. അത് സമയത്തെ സംബന്ധിച്ചറിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ മതമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ഇന്ന് എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഞാനിതാ മക്കത്തടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ മതം തീരുമാനിക്കണമെങ്കിൽ ഓരോ സമയത്തും മാറുന്നൊരു ദീനായിരിക്കണം. അങ്ങനല്ല ദീനുൽ ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി നാളെ ഒരു കാലഘട്ടത്തിൽ വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് സർവ്വ സാറ്റലൈറ്റുകളും അടിച്ചു കളഞ്ഞ്, അല്ലെങ്കിൽ 2 ആഴ്ചക്കാലം കറണ്ട് പോയി, നമ്മുടെ ഫോണിലെ ചാർജൊക്കെ തീർന്നു, നമ്മുടെ ഡിവൈസിലെ ചാർജൊക്കെ തീർന്നു, അപ്പോൾ പിന്നെ പുതിയൊരു നിയമം, അങ്ങനൊരു ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ച് കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, സാറ്റലൈറ്റ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഡിവൈസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു നിലപാട് നമുക്ക് മുന്നിൽ പ്രായോഗികമായി പ്രാക്ടിക്കലായി 14 നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായം സ്വീകരിക്കൽ തന്നെയാണ് ഏറ്റവും അധികം അഭികാമ്യം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുൽഹിജ്ജ 9 എന്നാണോ നമ്മൾ കണ്ടു മനസ്സിലാക്കി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതനുസരിച്ച് കൊണ്ടാണ് നോമ്പ് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളും അതിൻ്റെ കാമിലായ രൂപത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെതായ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ഏതൊരു മഴ പെയ്യുമ്പോഴും അള്ളാഹുവിനോട് അതിൻ്റെ ഖൈറിനെ ചോദിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ. അള്ളാഹുവേ, അതിലുള്ള ഖൈറ് നീ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് എന്നാണ്.
മാത്രമല്ല അള്ളാഹുവിനോട് അഭയം ചോദിക്കണമെന്നാണ് മീൻ ശരിഹ, അതിന്റെ ഷർറിൽ നിന്ന്. ഒരു കാറ്റ് വരുമ്പോൾ അള്ളാഹു അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഷെറുകൾ എന്ത് നമുക്കറിഞ്ഞുകൂടാ. ആ ഷെറുമായിട്ടായിരിക്കും അത് വരിക. അപ്പോ ഏതൊരു ഷർറുമായിട്ടാണോ അള്ളാഹു ഇതിനെ നീ നിയോഗിച്ചത്, അള്ളാഹു ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഷർറുകളുണ്ടോ അതിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റും മഴയും ഒക്കെ ശക്തമാകുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കാരണം നമുക്കറിഞ്ഞുകൂടാ, നമ്മളെക്കാൾ വമ്പന്മാരായ ലോകത്ത് ജീവിച്ച മനുഷ്യർ അള്ളാഹു അവരെ നശിപ്പിച്ചത് ഈ കാർമേഘങ്ങളെ വിട്ടുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അവര് അത് കണ്ടപ്പോ അവർ പറഞ്ഞത് ആരിലും മുംതിറുന, നമുക്കുള്ള മഴ വരുന്നു എന്നാണ് അവർ സന്തോഷത്തോടെ പറഞ്ഞത്. പക്ഷെ മഴയായിരുന്നില്ല, അത് വലിയ അദാബായി മാറിയത് റസൂലുള്ളാഹ് ഏതൊരു കാർമേഘം കണ്ടാലും അത് ഓർക്കുമായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു എല്ലാവിധ കെടുതികളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിധി വിട്ട കാറ്റുകളിൽ നിന്ന്, മഴകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ പല ആളുകളും നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. കാര്യം പുനരധിവാസം, പല വീടുകളും തകർന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ സുരക്ഷിതമായ ഒരിടത്തായിരിക്കാം ഇരിക്കുന്നത്, പക്ഷേ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. പാറിപ്പോകുന്ന പടവകൾ കൊണ്ട് ഈ വീട് കെട്ടി താമസിക്കുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം വെച്ചാൽ മനുഷ്യന്റെ ചെയ്തികളും കെടുതികളും കൊണ്ട് അല്ലാഹു ലോകത്തെ തന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് മഴ പെയ്യാതിരുന്നാൽ പോലും മനുഷ്യർക്കെതിരെ മറ്റു ജീവജാലങ്ങൾ ദുആ ചെയ്യുമെന്നാണ്. കാരണം വെച്ചാൽ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ മഴ തടയപ്പെടുന്ന, അതുപോലെ മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടുവരുന്ന ദുരന്തങ്ങൾ, അതിന് മനുഷ്യനെതിരെ മറ്റു ജീവജാലങ്ങൾ ദുആ ചെയ്യുമെന്നാണ്. അള്ളാഹു അതിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മഴ ഒരു വലിയ നിഅ്മത്താണ്, അനുഗ്രഹമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഏതൊരു റഹ്മത്തിനെയും അദാബാക്കി മറിക്കാൻ അള്ളാഹുവിന് വളരെ സിമ്പിളായി കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് അനീബു ഇലല്ലാഹി വഅസ്ലിമൂല, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. സ്കൂളുകൾ തുറക്കാറായി, നമ്മുടെ കലാലയങ്ങൾ അതിന് തുറക്കുന്ന സാഹചര്യമായി. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പരിസരത്തുള്ള കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ യൂണിഫോമും അവരുടെ പുസ്തകങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ്. വലിയ സാമ്പത്തിക ചെലവ് ഓരോ കുടുംബത്തിലും വരുന്ന സമയമാണ്. അതുകൊണ്ട് പരസ്പരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അയൽവക്കത്തേക്കൊന്നും നോക്കിയേക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പുടവകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, യൂണിഫോം വാങ്ങിക്കൊടുക്കുമ്പോൾ, ബുക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ, നല്ല ബാഗ് വാങ്ങിക്കൊടുക്കുമ്പോൾ അപ്പുറത്തെ കുട്ടി, നമ്മുടെ അയൽവക്കത്തെ കുട്ടി, അവനത് ധരിക്കുന്നുണ്ട്. ചിലപ്പോൾ വലിയ വീടായിരിക്കാം, പക്ഷെ അവിടെ പട്ടിണിയായിരിക്കാം. അവന്റെ വേഷത്തിലേക്ക്, അവന്റെ നടപ്പിലേക്ക്, അവന്റെ ചെരുപ്പിലേക്ക്, അവന്റെ ബാഗിലേക്കൊക്കെ ഒന്ന് കണ്ണുപായിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ, എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും എത്തിക്കേണ്ടതുണ്ടോ ഒന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചോദിക്കേണ്ടതില്ല, ഒന്ന് അന്വേഷിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അതിലൊരു പ്രതിഫലമുണ്ട്. നമുക്കൊരു പ്രതിഫലമുണ്ട് അതിന്. നമ്മുടെ ആ ചോദ്യത്തിനും, നമ്മുടെ ആ അന്വേഷണത്തിനും, നമ്മുടെ ആ നോട്ടത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രതിഫലമുണ്ട്. ഏതെങ്കിലും മക്കള് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ മക്കളോടൊപ്പം ചേർത്ത് നിൽക്കണം. നമ്മുടെ മക്കളെ കണ്ട് കണ്ണീരൊഴുക്കരുത്. അവനതുണ്ട്, എനിക്കതില്ലല്ലോ എന്നുള്ള ആ കണ്ണീര് വരാത്ത രൂപത്തിൽ അത് നന്നായി പരിപാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ ഒരുപാട് ദിക്കുകളിൽ നമ്മുടെ മക്കൾ സുഖമായി പഠിക്കുമ്പോഴും അന്നം കഴിക്കുമ്പോഴും നമുക്കറിയാം, ഗസയിലും ഫലസ്തീനിലും ഒക്കെ ഒരുപാട് മക്കൾ ഓട്ടപാത്രവുമായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്കും പൂർണ്ണമായ സുബൂത്ത്, സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും, എല്ലാ ഉയർച്ചയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന എല്ലാവിധ ഫضലും ആസ്വദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആ ഹിസാബിന്റെ നാളിൽ ഏറ്റവും വലിയ വിജയക്കൊടി പാറിക്കാൻ അല്ലാഹു നമുക്കും അവർക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. ദുആ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഹദിയ. നമുക്ക് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഒരുപാട് മനുഷ്യർ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കരുണ, നമ്മുടെ ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള വൈകല്യങ്ങളുള്ള, പ്രയാസങ്ങളുള്ള ഒരുപാട് ആളുകൾ അല്ലാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്ന നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് വേണ്ടി ഒരുങ്ങുന്ന കരുണ, അതിന്റെ പണി പൂർത്തിയാവുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ മഴ നിൽക്കുന്നത് കൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച കുറച്ച്, അതിന്റെ തീയതികൾ സംബന്ധിച്ച ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്റെ ഉദ്ഘാടനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും നിങ്ങളുടെ പ്രത്യേകമായ ദുആയിൽ, പ്രാർത്ഥനയിൽ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഇവിടെ പഠിക്കുന്ന മക്കൾ അവർ ഉയർന്നുയർന്ന് നാളത്തെ തലമുറയെ നയിക്കുന്ന നായകന്മാരാകാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും പുറത്തു മാപ്പാക്കി തരണേ അള്ളാഹുവേ, പരിശുദ്ധമായ ദിനങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹുവേ, ദുആഇന് ഇജാബത്ത് കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹുവേ, ഒരുപാട് സദഖകൾ ചെയ്യാൻ, ധർമ്മങ്ങൾ ചെയ്യാൻ, ദാനങ്ങൾ ചെയ്യാൻ, ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ
നിൽക്കാൻ, അല്ലാഹുവേ നീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പാലിക്കാൻ, നീ വിലക്കിയ കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് അറിവും ഫഹിമും കഴിവും പ്രാപ്തിയും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ നീ സ്വീകരിക്കുന്ന അടിയാറുകൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ഫള് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകളെ ബാധിച്ച എല്ലാവിധ കറകളിൽ നിന്നും ഞങ്ങളെ നീ കഴുകി വൃത്തിയാക്കണേ അല്ലാഹുവേ മരിക്കുന്ന നേരത്ത് നീ പ്രത്യേകമായി വെള്ളത്തുണികൾ കഴുകി വൃത്തിയാക്കിയതുപോലെ ഞങ്ങളുടെ കൽബുകളെ കഴുകി വൃത്തിയാക്കി നിന്നിലേക്ക് വിളിക്കണേ അല്ലാഹുവേ മലക്കുൽ മൗത്ത് വന്നിരിക്കുമ്പോൾ റാഹത്തായി സന്തോഷത്തോടെ ത്വയ്യിബായി പരിശുദ്ധരായി തൗബ ചെയ്ത് ഇറങ്ങിപ്പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതന്മാരെ, സഹപ്രവർത്തകരെ, സഹപാഠികളെ, അയൽവാസികളെ എല്ലാവരെയും ഞങ്ങളുമായി ബന്ധമുള്ള സർവ്വ മനുഷ്യരെയും വ്യക്തിത്വങ്ങളെയും ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.